ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ എൻ്റെ ചാർധാം യാത്രയുടെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം യാത്ര കേദാറിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമാണ് ഗൗരികുണ്ടിലേക്ക് എത്താനുള്ളത്. അവിടെ നിന്നാണ് പിന്നെ 16 കിലോമീറ്റർ എന്നാണ് പറയുന്നത് ട്രക്കിംഗ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പിപ്പൽകോട്ടിൽ നിന്ന് പതക് എന്ന സ്ഥലത്തിലേക്ക് എത്തി. ഏതാണ്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ റൂമുകൾ ഒരു കുഞ്ഞു കുഞ്ഞ് ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, പട്ടണം എന്നല്ല, സോറി, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ജംഗ്ഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ റൂം കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ടായിട്ട് കാണുന്നവർക്കാണ് ഞാൻ പറയുന്നതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ പറയുന്നതൊന്നും മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഇതെൻ്റെ ഒരു യാത്രയുടെ അനുഭവങ്ങളാണ് പറയുന്നത്. കുറേ പേര് നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൂര അനുഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഷെയർ ചെയ്യാൻ മടിക്കും. അപ്പം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. അതുപോലെ ഒരുപാട് പോസിറ്റീവായിട്ട് എടുത്ത സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതായത് അനുഭവം അതേപോലെ ഞാൻ പകർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങൾ പതക്കിൽ എത്തി. ഞങ്ങളുടെ വണ്ടി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഗ്രൂപ്പ് കൊണ്ടുപോയ ലീഡർമാർ ഇപ്പോൾ അവിടെ ഇറങ്ങി. വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിരങ്ങിയൊക്കെയാണ് വണ്ടി പോകുന്നത്. കാരണം അത്ര വണ്ടികൾ നിരങ്ങിയിട്ടാണ് പോകുന്നത്. നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ 4 കിലോമീറ്റർ പോകും. പക്ഷെ വണ്ടി ഓടുകയാണെങ്കിൽ 2 കിലോമീറ്റർ കൂടി എത്തില്ല. അത്രയും സ്ലോയിലാണ്. വണ്ടികൾ അത്രയും തിരക്കിലാണ്. അപ്പോൾ ഇറങ്ങി നോക്കുന്നുണ്ട് റൂം എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ. ഞങ്ങൾ 100 പേരാണ്. എവിടെയെങ്കിലും റൂം കിട്ടുമോ? ഈ അൺടൈമിലൊക്കെ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാത്ത ഇടത്ത് പോയിട്ട് ഈ റൂം വേണം പറഞ്ഞാൽ കിട്ടുമോ? കാരണം നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ബ്ലോക്കിൽ പെട്ടു. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ബുക്ക് ചെയ്തെടുത്ത് നമ്മൾ എത്തുകയുമില്ല. അപ്പോൾ കിട്ടുന്നിടത്ത് 8 മണി കഴിഞ്ഞ് ഡ്രൈവർമാർ ഇത്രയും വലിയ മൗണ്ടനിലൂടെ അവർ വണ്ടി ഓടിക്കില്ല. ആരും തന്നെ ഓടിക്കില്ല. റൂം എടുത്ത് തങ്ങാൻ പോലെ അവർക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ കിട്ടുന്നിടത്ത് റൂം എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം റൂം എടുക്കാൻ ഈ ലീഡർമാരൊക്കെ ഇറങ്ങി കിട്ടുമോ എന്നൊക്കെ നോക്കണം. ഇത്ര പേരെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇത്രയും പേര് പോയി റൂം എടുക്കുമ്പോൾ അറിയാം, ടൂറിസ്റ്റുകൾ കുളിക്കുക, ബാത്റൂം പോകുമെന്ന് പറയുമ്പോൾ വെള്ളം കിട്ടില്ല. അപ്പോൾ തന്നെ കുറേ പേര് പറയും ഇല്ലെന്ന് പറയും. കുറച്ച് പേര് പറയും വായി തോന്നി വില പറയും. ചിലപ്പോൾ 2000 രൂപ കൊടുക്കേണ്ട അടുത്ത് 6000 രൂപ എന്നൊക്കെ പറയും. ചുമ്മാ ഒരു തലചായ്ക്കാൻ ഒരാൾക്ക് 1000 രൂപ, തലയ്ക്ക് 1000 രൂപ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നതും. അങ്ങനെ ഒരു വണ്ടി നിർത്തി ഒരിടത്ത് ഈ പതക്കിൻ്റെ വണ്ടി നിർത്തിയിട്ട് ഈ ലീഡർമാരൊക്കെ പോയി നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ്സിൽ ഭയങ്കര സ്മെല്ലൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ പേര് രാവിലെ 9 മണിക്ക് വണ്ടി ഇരുന്നിട്ട് ഒരുപാട് പേര് ബാത്റൂം പോകാത്ത കുറേ ആളുകളുണ്ട്. 4 വണ്ടിയാണെന്ന് ഓർക്കണേ. അപ്പോൾ വണ്ടികളെല്ലാം അടുത്തടുത്തെത്തി. റൂം നോക്കുമ്പോൾ ഇത്രയും 100 പേർക്ക് താമസിക്കാനുള്ള റൂം ഒരിടത്തും കിട്ടുന്നില്ല. പിന്നെ ആ ഒരു സ്ഥലത്ത് കുറച്ച് 2 ബസ്സിലെ ആളുകളെ ഇരുത്തി 2 ബസ് ആളുകൾക്കുള്ളത് ലീഡർമാർ 2 ബസ്സിലെ ആളുകളിൽ നിന്ന് ഇറങ്ങി ലീഡർമാർ അവിടെ നോക്കി ആ ബസ് നിന്നപ്പോൾ മറ്റ് 2 വണ്ടികൾ മുന്നോട്ട് വീണ്ടും പോയി. അപ്പം ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ വണ്ടിയിൽ ഒരു അമ്മയ്ക്ക് തീർത്തും വയ്യ. അവരിപ്പം ബാത്റൂം പോകണമെന്ന് പറയുന്നുണ്ട്. ഈ ലൈറ്റ് ഇല്ലാത്ത ഇടത്ത് കൂരിട്ട് ഒന്നും കാണില്ല. ആ സ്ഥലമൊക്കെ എത്തുമ്പോൾ അവർ പറഞ്ഞു ഒന്ന് നിർത്തും, ഓപ്പൺ പ്ലേസിലാണെങ്കിലും ബാത്റൂം പോയി. കാരണം കയ്യിൽ വാട്ടർ ബോട്ടിലുണ്ട്, പോകണം. ഇതൊക്കെ നമ്മൾ ഞങ്ങൾ പോലും ഈ ചേച്ചിക്ക് ഇത്ര നേരം പൊക്കൂടെ എന്നൊക്കെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്. കാരണം ബസ്സിലൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ആയപ്പം അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ബസ് പതുക്കെയാണ് എഴുതുന്നത്. എവിടെയും നിൽക്കാൻ പറ്റും. ഒന്ന് ഇറങ്ങി ഒന്ന് ബാത്റൂം പോയി കഴിഞ്ഞാൽ അവരൊന്ന് റിലാക്സ് ആവും. ഇതൊക്കെ ഒരു പരിധി വിട്ട് തടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബസ്സുകാരാണെങ്കിൽ സമയം നോക്കി ഇത് ഇപ്പോൾ ഇവിടെ നിർത്താം, ഇവർ ഡോറും തുറക്കുന്നില്ല. ലീഡർമാരാണെങ്കിൽ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ നിൽക്കും ഇത്ര നേരം നിങ്ങൾ എവിടെ പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ടെൻഷനായി ടൈം തെറ്റിക്കഴിഞ്ഞപ്പം. അപ്പോൾ ഇവർ ബസ്സിനകത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ലൊക്കെ ആയപ്പോൾ അവർ പലതവണ പറഞ്ഞു നോക്കി, പറ്റുന്നില്ല. പിന്നെ 1 കിലോമീറ്ററോളം പോയിട്ടാണ് ഞങ്ങൾക്ക് ഒരു റൂമെന്ന് പറയാൻ പറ്റില്ല, പതക്ക് എന്ന സ്ഥലത്ത് ഒരു പന്ന ഹാള്, കുറേ ബെഡുകൾ അങ്ങ് ഇട്ടിട്ടുണ്ട്. ജാമ്പോന്റെ കാലത്ത് വെള്ളം കണ്ടതായിരിക്കും. അവിടുത്തെ കംഫർട്ടറും അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഇങ്ങനെ പൊടി പറക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ബോർഡിലെ ഡസ്റ്റർ ഇല്ലേ, അതുപോലെ ഇങ്ങനെ ആക്കിയ അത്രയും പറക്കും. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് കാണപ്പെട്ടത്. വേറെ ഇനി അങ്ങോട്ട് അവർ ഡ്രൈവർമാർ വണ്ടി എടുക്കില്ല എന്നുള്ളതായി
പിന്നെ അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ നമ്മൾ അറിയുമ്പോഴേക്കും ഇവിടെ തന്നെയാണ് വണ്ടി നിർത്തുന്നത്, നിങ്ങൾ എല്ലാവരും ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ബസ്സിലുള്ള ആ ഒരു അമ്മയ്ക്ക് അവർക്ക് ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ ഇവിടെ റൂം ഉണ്ടോയെന്ന് അവർ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അമ്മ കയറി ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതാണ്. ഈ പോയ ശേഷമാണ് കാരണം അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ യൂറിൻ പാസ് ചെയ്യാനാണെന്നാണ് വിചാരിച്ചത്. അവർ കയ്യിൽ ബോട്ടിൽ വെള്ളം കൊണ്ട് നിന്നിട്ടാണ് ഒന്ന് ഡോർ തുറക്കുക പറഞ്ഞപ്പോൾ ഇവർ തുറന്നു കൊടുത്തതുമില്ല. എന്നാൽ ഇത് ഈ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞതുമില്ല ആ അമ്മ. എന്നിട്ട് ഇവർ ആ റൂം എടുക്കുന്ന അവിടെ പോയിട്ട് ഇവർ ആദ്യം ബാത്റൂമിൽ കയറി ഇവർ ടോയ്ലറ്റിൽ പോയി നോക്കുമ്പോൾ 2 വണ്ടി വന്ന് നിർത്തി ഇത്രയും ആളുകൾ കണ്ടപ്പോൾ ഇവർ ടാങ്ക് ഓഫ് ചെയ്താണോ എന്തോ വെള്ളവുമില്ല. ആകെപ്പാടത്ത് ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ദൈവമേ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഷോൾഡറിലുള്ള ബാഗ് മാത്രം, ബാക്കി ലഗേജ് തീരുമാനമായാലല്ലേ ലഗേജ് ഇറക്കുള്ളൂ. അപ്പോൾ ഈ റൂം കിട്ടുമോ ഇല്ലോ എന്നൊന്നും അറിയില്ലല്ലോ. കുറച്ച് പേര് ആദ്യം ബാത്റൂം, ആകെ 4-5 ബാത്റൂമേ ഉള്ളൂ അതിനകത്ത് പോകുന്നു. കുറേ പേര് വെള്ളം പോയി യൂറിൻ പോയ ശേഷം വെള്ളമില്ല എന്ന് പറയുന്നു. പക്ഷെ അകത്ത് ഒരു അമ്മ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് അവർക്ക് വെള്ളം ഇടാൻ പറയും. അവർ പുറത്ത് വരാനും പറ്റില്ല, വെള്ളം ഇടാൻ പറ്റുമോ പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഈ റൂമിൽ ഭയങ്കര ചാർജ് പറഞ്ഞു. റൂമൊന്നുമല്ല, പന്ന ഹാള്. പക്ഷെ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് കിടക്കാനും ഒരു സ്ഥലം വേണം. പിന്നെ 8 മണി കഴിഞ്ഞു. ഇന്നത്തെ രാത്രിയിൽ എന്താ കഴിക്കേണ്ടത്, കഞ്ഞിയാണെങ്കിൽ പോലും അത് ഉണ്ടാക്കാനുള്ള സൗകര്യം വേണം. ഈ 100 പേർക്കുള്ളത് കഞ്ഞിയും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പം അതിനുള്ളൊരു സെറ്റപ്പും കൂടെ വേണം. അല്ലാതെ അവിടെയൊന്നും പോയി നമുക്ക് ഫുഡ് കിട്ടില്ല. അങ്ങനെയുള്ളതുകൊണ്ട് ഈ അമ്മ ടോയ്ലറ്റിൽ പോയിട്ട് നിൽക്കുന്നതുകൊണ്ടും ഇവിടുന്ന് വെള്ളവുമില്ല. അപ്പോൾ ഈ വെള്ളം കിട്ടണമെങ്കിൽ ഈ അമ്മയ്ക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവർ എന്തോ സംഘാടകർ പറയുന്നു പറഞ്ഞ വില കൊടുത്തിട്ടാണ് ആ റൂം എടുത്തത് എന്ന് പറയുന്നു. ഒരു പന്ന റൂമിന് അവർ എത്രയോ രൂപ, ഒരാൾക്ക് 1000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഒന്ന് തല ചായ്ക്കാൻ. അപ്പോൾ 100 പേരുടെ കാര്യം ആലോചിച്ച് എത്ര രൂപയാണ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. ആ ഒരു ഇത്തിരി സമയത്തിന് വേണ്ടി പൈസ അടയ്ക്കേണ്ടി വന്നു എന്ന് അവർ പറയുന്നു. അതിൽ നമുക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. പക്ഷെ ആ അമ്മ ഭയങ്കര ഒരു അവസ്ഥയിൽ ഇങ്ങനെ വെള്ളമില്ലാതെ എത്രയോ സമയം നിന്നിട്ടാണ് ഈ ടീം ലീഡർമാർ ആ റൂം എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ടാങ്കിൽ വെള്ളം കയറുന്നതും ആ അമ്മ ഒന്ന് വൃത്തിയാവുന്നതും. അതിനുശേഷമാണ് ബാക്കിയുള്ളവർക്കെല്ലാം ബാത്റൂം പോകാൻ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ ലഗേജൊക്കെ ഇറക്കി ആ റൂമെന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു അനുഭവം, ഇതിനേക്കാളും നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ട് ആ കൊടും മഞ്ഞിൽ നമ്മുടെ കയ്യിലുള്ള ജാക്കറ്റോ പുതപ്പോ ഒക്കെ മൂടിയിട്ട് ഒരു ടാർപ്പായ വിരിച്ചിട്ട് റോഡ് സൈഡ് കിടന്നാലും കുഴപ്പമില്ല. പക്ഷെ അതുപോലൊരു പന്ന റൂമിൽ പോയി ഇരിക്കേണ്ടി വന്നു. വേറെ മാർഗവുമില്ല. അങ്ങനെ ആ അമ്മ അതൊക്കെ കഴിഞ്ഞ് വൃത്തിയായി ഭയങ്കര അത് അവരുടെ ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ആ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും വരാം. ഇതുപോലെ ഛർദി, വയറിളക്കം, ഇതുപോലത്തെയൊക്കെ. നമുക്ക് ഫുഡ് ശരിയില്ല, ടൈമിന് ഭക്ഷണം ഇല്ല, പിന്നെ അതുപോലെ നമുക്ക് യൂറിൻ പോകണം പറഞ്ഞാൽ, ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞാൽ നമുക്കത് പോകാനുള്ളതില്ല. അതൊക്കെ നമ്മളിങ്ങനെ അടക്കി പിടിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഓവറാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു അടക്കി പിടിക്കണതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഒരു റൂം ഓക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയി നോക്കിയിട്ട് ബാത്റൂമും കുറച്ച് പേരൊക്കെ ബാത്റൂം പിന്നെ ബാത്റൂം പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ കലക്ക വെള്ളമില്ലേ, ഇപ്പം നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ കലക്ക വെള്ളം ടാപ്പ് തുറന്നു വിട്ടാൽ ബക്കറ്റ് നിറയുന്നത് കലക്ക വെള്ളമാണ്. എൻ്റെ ദൈവമേ, അതിലെല്ലാം നമ്മൾ എങ്ങനെ ബാത്റൂം പോകുന്നു ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നേരെ കഞ്ഞിയില്ല വെള്ളമില്ല, അത് അസുഖം പിടിക്കാനാണ് പോകുന്നത്. അപ്പം ഇതും കൂടി ആയാലത്തെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് യൂറിൻ പോകുമ്പോഴെല്ലാം നമുക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എൻ്റെ ദൈവമേ ഒന്ന് ആലോചിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും അവിടെ കാശ് കൊടുത്ത് ആ ഒരു ഹാൾ എടുത്തിട്ട് പോലും ഞങ്ങൾ 3-4 പേര് ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം 30 രൂപയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ ആൾക്കാരും 2 ബോട്ടിൽ വീതം വെള്ളം വാങ്ങിയിട്ടാണ് ഒന്ന് മുഖം കഴുകുന്നതും ഒന്ന് യൂറിൻ പാസ് ചെയ്യുന്നത്. നമുക്ക് വെള്ളം വേണ്ട, ഒരു മഗ് വെള്ളം കിട്ടണമെങ്കിൽ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ 2 ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടാണ് ഓരോരുത്തരും. ഞങ്ങൾ 3-4 പേര് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ 60 രൂപ, നമ്മുടെ എത്രയോ രൂപ പോയിരിക്കുന്നു, എന്നാൽ ഇത് കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മുഖം കഴുകി ഒന്ന് ഫ്രഷായി. അന്ന് പിന്നെ അവിടെ കുളിച്ചതേ ഇല്ല. കാരണം കുളിച്ചാൽ ഇത് വേറെ അസുഖമായിരിക്കും നമുക്ക് വരിക. അങ്ങനെ അവിടെ ഞങ്ങളത് അന്ന് കുളിച്ചില്ല.
ഞങ്ങൾ എന്നാൽ രാവിലെ മേല് കഴുകി രാത്രി കുളിച്ചതാണ്. അങ്ങനെ തലേ ദിവസം രാവിലെ മേല് കുളിച്ചതാണ്, തല നനച്ചില്ല. ഇന്ന് വൈകുന്നേരം എല്ലാവരും കുളിച്ച് ഫ്രഷ് ആകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിന് പറ്റിയില്ല. അന്ന് മേല് കഴുകാൻ പറ്റിയ കലക്ക വെള്ളത്തിൽ എന്തോന്ന് മേല് കഴുകാൻ. സോ ഞങ്ങൾ മിനറൽ വാട്ടറിൽ ഒന്ന് ഫ്രഷായി ഒന്ന് ബാത്റൂമിൽ പോയി. പിന്നെ ഈ അവര് കഞ്ഞിയാണ് അന്ന് എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി, ടയേർഡായി, നിങ്ങൾ വേറെ എന്തെങ്കിലും ഫുഡ് തന്നാൽ ആർക്കും കഴിക്കാൻ വേണ്ട, അത് കഞ്ഞി മതിയെന്ന് ഞങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞു. സോ അവർ എളുപ്പം വെക്കാനും സമയമൊക്കെ ആയി. കഞ്ഞിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ 10-10:30 കാരണം ഇതൊക്കെ ആയി സെറ്റപ്പായി, ഇതൊക്കെ വെന്ത് കിട്ടണ്ടേ. 10:30 അങ്ങനെ കഞ്ഞി എല്ലാവരും കുടിച്ചു കഴിഞ്ഞ് 100 പേരുണ്ടല്ലോ. കഞ്ഞി കുടിച്ചൊക്കെ എല്ലാം ഇതായി കഴിയുമ്പോഴത്തേക്കും 12 മണി. നോക്കണേ, രാത്രി 12 മണിയായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചു ചേർത്തി, ഈ 100 പേരിനെ വിളിച്ചു ചേർത്തി അവർ ലീഡർമാർ പറയുന്നത് നാളെ 4 മണിക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര പോകണം. കാരണം ഭയങ്കര റോഡ് ബ്ലോക്കാണ്. നമ്മുടെ വണ്ടി ഇനിയും 10-15 കിലോമീറ്റർ സോനാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനുണ്ട്. അവിടെയാണ് പാർക്കിംഗ്. അതിനുശേഷം വണ്ടി പോവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 4 മണി എന്ന് പറയുമ്പോഴത്തേക്കും ബസ്സിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 3 മണിക്ക് റെഡിയായി ലഗേജ് എല്ലാം എടുത്ത് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 4 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ കഞ്ഞിയെല്ലാം കുടിച്ച് ഞങ്ങളുടെ പ്ലേറ്റുകൾ ഇതെല്ലാം കഴുകിയൊക്കെ ഒന്ന് ഇതാകുമ്പോഴത്തേക്കും 12 മണിയാണ് രാത്രി. അങ്ങനെ റൂമിൽ വന്ന് കിടക്കാൻ നമ്മൾ ഇട്ടത് അതൊക്കെ മാറ്റണം. നാളെ അതുപോലെ നമ്മൾ ഇനി കേദാറിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ലഗേജുകൾ നാളെ രാവിലെ 4 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ട്രെക്കിങ്ങിനുള്ള അത്യാവശ്യ സാധനങ്ങൾ, മെഡിസിൻ, പേസ്റ്റ്, ബ്രഷ്, അതുപോലെ തന്നെ സോക്സ്, 4-5 സോക്സ്, ഒന്നിൻ്റെ മേലെ ഒന്ന്, ഒരു കാലിൽ തന്നെ ഒരു സോക്സ് ഇട്ട് അതിൻ്റെ മേലെ തന്നെ വീണ്ടും ഒരു സോക്സ് ഇടും, കാരണം അത്ര തണുപ്പുണ്ട്. പിന്നെ ഷൂ, അതുപോലെ നമുക്ക് വേണ്ട കട്ടിയുള്ള ഡ്രസ്സുകൾ, പിന്നെ ജാക്കറ്റ്, ഹുഡി, അങ്ങനെയുള്ളത്, മങ്കി ക്യാപ്പ്, അങ്ങനെ ഗ്ലൗസ്, അങ്ങനെയുള്ള നമുക്ക് ഈ തണുപ്പിനെ അതിജീവിക്കാൻ നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടോ അത് നമ്മളത് ഇടുക. അത്യാവശ്യം വേണ്ട നട്ട്സ് കാര്യങ്ങൾ, എനർജി കൂട്ടാനായിട്ട് കുറച്ച് ചോക്ലേറ്റോ അങ്ങനെ ബിസ്ക്കറ്റോ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന മാത്രം ചെറിയൊരു ബാഗിൽ നമ്മൾ കയ്യിൽ തൂക്കുക. ഒരു തോർത്ത് തുടയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും, അത് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. ബാക്കിയെല്ലാം നമ്മുടെ ലഗേജ് എടുത്ത് വെക്കണം. വേറെ ഒന്നും എടുക്കരുത്, നടക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ 12 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് മേലെയാണ് റൂം കിട്ടിയത്. വന്ന് എല്ലാവരും കിടക്കാൻ വിരിപ്പും ഇതൊക്കെ ആയിട്ട് കട്ടിലൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വല്ല ആശ്രമത്തിൽ ഇട്ട പോലെ തന്നെ നിരത്തി ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് എല്ലാവരും അവനവൻ്റെ സ്ഥാനം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് എല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് നാളെ ഇടേണ്ടതും കയ്യിൽ കരുതേണ്ട, കുഞ്ഞു ബാഗിൽ കരുതേണ്ട സാധനങ്ങളും എടുത്തു വെക്കണം. അങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1:30 ഈ 1:30 ഓരോരുത്തരൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങി. കാരണം രാത്രി കുളിച്ചാൽ രാവിലെ കുളിക്കണ്ട എന്നുള്ളതാണ്. പക്ഷേ ഈ കലക്ക വെള്ളത്തിൽ എങ്ങനെ കുളിക്കും? ഈ കൊടും തണുപ്പിൽ ചൂടുവെള്ള വെറും കലക്കവെള്ളം ബക്കറ്റിൽ പിടിച്ചാൽ ഈ ഫ്ലഡിൽ വരുന്ന വെള്ളം പോലെയുണ്ട്. അതുകൊണ്ട് ആരും കുളിച്ചില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ ആ കടയിൽ പോയി വീണ്ടും ഒരു 30 രൂപയാണ് ഒരു ബോട്ടിലിന്. എല്ലാവരും 3 ഞങ്ങളുടെ ഗ്രൂപ്പുകാർ 3 ബോട്ടിൽ വാങ്ങി വെച്ച് ഞങ്ങളങ്ങനെ അവിടെ അന്ന് രാത്രി കുറച്ച് പേര് കിടന്ന് ഉറങ്ങി, കുറച്ച് പേര് ഉറക്കമില്ല. കാരണം 3 മണിയാകുമ്പോഴത്തേക്ക് എണീക്കണം. 1:30 ആ സമയത്ത്. അന്നത്തെ ഉറക്കം ആ ലെവലായി. പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ എണീച്ചു. ഞങ്ങളുടെ കയ്യിൽ മിനറൽ ബോട്ടിലുണ്ട്. ആകെ ഉള്ളത് 4 ബാത്റൂമാണ്. അടുപ്പിച്ച് ഇത്രയും ആളുകളുണ്ട്. അപ്പോഴും നല്ല വെള്ളമില്ല, പല്ല് തേക്കാൻ പോലും നല്ല വെള്ളമില്ല. കുറച്ച് പേര് കടയിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. കട അടച്ചിരിക്കുന്നു. ഞങ്ങൾ രാത്രി വാങ്ങി വെച്ചത് കൊണ്ട് അങ്ങനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ മിനറൽ വാട്ടർ കൊണ്ടാണ് ബ്രഷ് ചെയ്ത് അതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത്. അന്ന് രാവിലെ കുളിക്കാൻ പറ്റില്ല, കുളിക്കാനുള്ള വെള്ളം കിട്ടിയില്ല. പിന്നെ അതുപോലെ ആ 3 മണിക്ക് എണീച്ചിട്ട് ആർക്കും കുളിക്കാൻ പറ്റില്ല. കൊടും തണുപ്പിൽ കയ്യിൽ മിനറൽ വാട്ടർ പോലും നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ കൊടും തണുപ്പാണ്. അതിൽ പിന്നെ മറ്റ് പൈപ്പിൽ ടാങ്കിൽ വെള്ളം പിടിച്ച് കുളിക്കാൻ നടക്കില്ല. അത് കലക്ക വെള്ളത്തിൽ ആരും കുളിച്ചില്ല. പക്ഷെ ഞങ്ങൾ കുളിച്ചില്ല. അന്നത്തെ ദിവസം മുതൽ പിന്നെ കുളിയില്ല. അങ്ങനെ റെഡിയായി. നമ്മൾ വേണ്ട നമുക്ക് കട്ടിയുള്ള പാൻറ്, ജീൻസും, ഞാൻ ഒരു ലെഗിങ്സ് ഇട്ട് അതിൻ്റെ മേലെ വേറൊരു പാൻറ് കൂടെയാണ് എടുത്തിട്ട്, അങ്ങനെ 2 ആണ് എടുത്തിട്ട്. കാരണം അത്ര തണുപ്പുണ്ട്, നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു ടീഷർട്ട് ഇട്ട് അതിൻ്റെ മേലെ ഒരു ഹുഡി, അതിൻ്റെ മേലെ വേറൊരു ജാക്കറ്റ്, പിന്നെ ഒരു ഷോൾ അങ്ങനെ ഇട്ട് ഒരു ക്യാപ്പ് ഇട്ട്, അങ്ങനെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് 2 സോക്സ് വീതം ഇട്ട് ഷൂ ഒക്കെ ഇട്ട് അങ്ങനെ റെഡിയായി. പിന്നെ അത്യാവശ്യം ബാഗിലുള്ളത് കുറച്ച് നട്ട്സ് കാര്യങ്ങൾ, അതുപോലെ മെഡിസിൻസ്, ബ്രഷ്, പേസ്റ്റ്, ഒരു തോർത്ത്, ഒരു പാക്കറ്റ് കുഞ്ഞ് ബിസ്ക്കറ്റുകൾ, അതുപോലെ 1-2 ചോക്ലേറ്റ്, ചെറിയ ബാർ ചോക്ലേറ്റുകളും അങ്ങനെ കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്കും ബാഗിൽ ഇത്രയുണ്ട്.
അത് തന്നെ എപ്പോഴേക്കും കുടുക്ക് പോലെ ദൈവമേ ഇത് തന്നെ വെയിറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ 3 മണി 3:30 ആകുമ്പോഴത്തേക്കും പുലർച്ചെ ആ 1.5 മണിക്കൂർ വെറുതെ നീണ്ടു നിവർന്ന് കൈയൊക്കെ ഇങ്ങനെയാക്കി ഇങ്ങനെ കിടക്കില്ല, ഇങ്ങനെയൊക്കെ ആക്കി കിടക്കാൻ മാത്രമേ വരുള്ളൂ. ഒരു 1.5 മണിക്കൂർ അതിൽ ഉറങ്ങിയവർ ഉറങ്ങി, ഉറങ്ങാത്തവർ ഉറങ്ങിയില്ല. അതാണ് കിട്ടിയത്. അങ്ങനെ 3:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ താഴെ വന്നു. ഞങ്ങളുടെ ലഗേജ് എല്ലാം കയറ്റി കറക്റ്റ് 4 മണി ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കുക. എല്ലാവരും പറഞ്ഞു കട്ടൻ ചായയാണ് രാവിലെ വെച്ചിട്ടുള്ളത്. ആ കട്ടൻ ചായ കുടിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ വെറും വയറിൽ 4 മണിക്ക് വണ്ടിയിൽ കയറിയപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വണ്ടികൾ റെഡി ആയി വണ്ടി റോഡിൽ ഇറക്കി കഴിഞ്ഞു. അങ്ങനെ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. ആ വണ്ടി മൂവ് ചെയ്തിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഒരു 5-5:15 ആകുമ്പോഴേക്കും നമ്മുടെ 7 മണി പോലത്തെ പകൽ പോലത്തെ വെളിച്ചം വന്നു. അങ്ങനെ വണ്ടി ഒന്ന് മൂവ് ചെയ്തു. നമുക്ക് സമയം നോക്കുമ്പോൾ തന്നെ 5:15 ഇത്ര നേരം വെളുത്തോ എന്ന് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ അവിടെ എത്തി വണ്ടി നീങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ ചായ ഇതുപോലെ 20 രൂപ ഓടിച്ച് 20 രൂപ കൊടുത്ത് കുറച്ച് ചായയൊക്കെ വാങ്ങി കുടിച്ചും പിന്നെ ബണ്ണ് അതൊക്കെയാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കിട്ടില്ല. അല്ലെങ്കിൽ എവിടെ കിട്ടുന്നത് കടകളുണ്ടെങ്കിൽ ബന്നുകളുണ്ടെങ്കിൽ പാക്കറ്റ് ബന്നുകൾ ഒരു 10-15 ഉണ്ടാകും. അത് ആരെങ്കിലും ഒരാൾ വാങ്ങും, എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും. അങ്ങനെ ഒരു മുറി ബന്ന് ഒരു ബന്ന് കിട്ടിയ തികയണ്ടേ, കടകളിൽ അത്രയും വേണ്ടേ. അതുപോലെ ഇഷ്ടം പോലെ ആളുകൾ ഈ റോട്ടിലുണ്ട്, അവിടെ ഫുഡ് തികയണ്ടേ. കയ്യിൽ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ഈ നട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാനുള്ളൂ. പക്ഷേ ഈ നട്ട്സും കാര്യങ്ങളും നമുക്ക് ട്രെക്കിങ്ങിൽ ആവശ്യം വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താണോ കിട്ടുന്നത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബന്നും ചായയും ചെറിയൊരു ഇത്രയും പോന്ന ചായയും ഒരു ബന്ന് കിട്ടുമ്പോൾ അത് മുറിച്ച് ഷെയർ ചെയ്ത് ഓരോ മുറി ബന്നും കഴിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ പകല് ഇരുന്നത്. അന്നത്തെ പകല് ഞങ്ങൾ എന്താണ് പതക്കുന്ന യാത്ര ചെയ്യുമ്പോൾ വണ്ടി നിരങ്ങിയാണ് പോയത്. ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാനൊക്കെ വല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ഒരു കടക്കാര് ഞങ്ങളെ കണ്ടാൽ പോലും ഇവിടെ ഇല്ല പറയും. നമ്മൾ ഇറങ്ങി 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്ന കണ്ട് അവരിങ്ങനെ കൈകൊണ്ട് കാട്ടും ഇവിടെ വരണ്ടെന്ന്. കാരണം ബാത്റൂം വെറുതെ ഞങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ വിട്ടു തരുന്നില്ല ബാത്റൂം. കാരണം ആ കടയിൽ നിന്ന് നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഗ്യാസ് കയറും കഴിച്ചില്ലെങ്കിൽ വെറും വയറിൽ അവിടെ പോയിട്ടൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു 4 മണി ആകുന്നവരത്തേക്കും പിടിച്ചെന്നെ നിന്നു. രാവിലെ 4 മണിക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ബാത്റൂം പോകാൻ പറ്റാതെ പിടിച്ച് നിന്നിട്ട് ഒരു കടയിൽ, ഒരു കട എന്ന് പറയാനും പറ്റില്ല, അത്രയും അവരുടേതേ പരിതാപകരമാണ് ഒരു കട എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് അവരെടുത്ത് അവർ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഒരു 5 പേര് ലേഡീസ് പോയപ്പോൾ അവരുടെ വലിയൊരു മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് ജീവിതത്തിൽ മറക്കുകയില്ല. കാരണം അത്രയും നമ്മളൊന്ന് തുമ്മിയ യൂറിൻ പോകേണ്ട ഒരു അവസ്ഥയെത്തി. കുറേ പേർക്ക് മയക്കം വന്നു, കുറേ പേർക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങിയ യൂറിൻ പോകുന്ന ഒരവസ്ഥ. പക്ഷെ എവിടെ പോകും, അത്രയും ഈ നാട്ടിലുള്ള സകലമാന വണ്ടികളും ഉത്തരാഖണ്ഡ് പർവ്വതനിരകളിലാണ് നിൽക്കുന്നത്. അതുപോലത്തെ വണ്ടികളാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് നിർത്തി ഈ പകൽ പോലുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും എവിടെ നോക്കിയാലും ജനങ്ങൾ കാണുന്ന അതുപോലത്തെ വാഹനങ്ങളാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് ബാത്റൂം പോകാൻ പറ്റിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടി നിരങ്ങി ഒരു 12 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും സോനാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെയാണ് പാർക്കിംഗ്. നമ്മൾ പോകുന്ന വണ്ടികൾ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പക്ഷെ പാർക്കിങ്ങിൻ്റെ കുറച്ച് മുൻപിലായിട്ട് വണ്ടി അവിടെ നിർത്തി എല്ലാവരും ഒന്ന് ഇറങ്ങി അന്തസ്സായിട്ട് നിർത്തി ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇടുപ്പൊക്കെ ഒന്ന് നിവർത്തി ബാത്റൂം പോകേണ്ടവരൊക്കെ ഒന്ന് ബാത്റൂം പോയി. അത് ബാത്റൂം പോയിന് എത്രയോ ദൂരം നടന്നിട്ടാണ് ബാത്റൂമൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ച് എല്ലാവരും ഒന്ന് ഇറങ്ങി. ഇനി സോനാപൂരിൽ നമുക്കൊരു പാസ് എടുക്കാനുണ്ട്. കാരണം ഋഷികേശ് നമ്മളൊരു ടോക്കൺ എടുത്തിട്ടുണ്ട്, ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് അതിൽ നമ്മൾ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് ടോക്കണ് മാറി പാസ് ആയിട്ട് ദർശനത്തിനുള്ള പാസ്സായിട്ട് നമ്മളങ്ങനെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപ്പിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ പറഞ്ഞു വരുമ്പോൾ ഇത്രയും ഒരുപാടുണ്ട്, അനുഭവങ്ങൾ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ അവസ്ഥകൾ പറഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെ സമയം എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരേക്കും ബൈ. എവിടെയും പോകണ്ട കേട്ടോ.